നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ഇറാൻ ഇസ്രായേൽ സംഘർഷം പലിശ നിരക്ക് കൂട്ടാൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തയ്യാറെടുക്കുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടരുകയാണെങ്കിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താനായി പലിശ നിരക്ക് വർദ്ധിപ്പിക്കാൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തയ്യാറെടുക്കുന്നതായി ഗവർണർ ആൻഡ്രൂ ബെയ്ലി അറിയിച്ചു. നിലവിൽ 3.75% ആയിരിക്കുന്ന പ്രധാന പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്താൻ ബാങ്ക് തീരുമാനിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന. ഈ യുദ്ധം സമ്പദ് വ്യവസ്ഥയിൽ പുതിയൊരു ഷോക്ക് സൃഷ്ടിക്കുമെന്നും മാർച്ചോടെ പണപ്പെരുപ്പം ഏകദേശം 3.5% ഉയരുമെന്നും ബാങ്ക് പ്രവചിക്കുന്നു. സംഘർഷം കാരണം എണ്ണ, പാചക വാതക വില വർദ്ധിച്ചു. ഇത് പണപ്പെരുപ്പം വീണ്ടും കൂടാൻ സാധ്യതയുണ്ട്. സുരക്ഷിതമായ കടൽ വഴികൾ പുനഃസ്ഥാപിക്കുന്നതാണ് ഉയർന്ന ഊർജ്ജവിലയ്ക്കുള്ള ഏക പോംവഴിയെന്ന് ബെയ്ലി പറഞ്ഞു. എന്നാൽ പണപ്പെരുപ്പം 2% എന്ന ലക്ഷ്യത്തിലെത്തിക്കുക എന്നതാണ് ബാങ്കിൻ്റെ പ്രധാന കടമയെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ സാമ്പത്തിക വിപണിയിൽ ഈ വർഷം 2 അതിലധികമോ തവണ പലിശ നിരക്ക് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് നിരീക്ഷകർ പറയുന്നു. ഇത് പ്രകാരം പുതിയ ഭവന വായ്പകളുടെ നിരക്ക് ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. മെനിഞ്ചൈറ്റിസ് പ്രതിരോധം ശക്തം. യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കായി വാക്സിനേഷൻ ക്യാമ്പ്. കെന്റിൽ മെനിഞ്ചൈറ്റിസ് ബാധിച്ചുള്ള മരണങ്ങളെ തുടർന്ന് വാക്സിനേഷൻ പരിപാടി വിപുലീകരിച്ചിരിക്കുകയാണ്. മുൻപ് യൂണിവേഴ്സിറ്റി ഓഫ് കെന്റിലെ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് മാത്രമായിരുന്ന മെനിഞ്ചൈറ്റിസ് ബി വാക്സിൻ ഇപ്പോൾ ഔട്ട്ബ്രേക്ക് ആരംഭിച്ചുവെന്ന് കരുതുന്ന ക്ലബ്ബിൽ പോയ എല്ലാവർക്കും ലഭ്യമാക്കിയിട്ടുണ്ട്. മാർച്ച് 5 മുതൽ 15 വരെ ക്ലബ് കെമിസ്ട്രിയിൽ പോയവർക്ക് വാക്സിൻ സ്വീകരിക്കാം. 27 സ്വീകരിച്ചതും സംശയിക്കുന്നതുമായ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇവരിലെ 2 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കെന്റിലെ ചില സ്കൂൾ വിദ്യാർത്ഥികൾക്കും UK ആരോഗ്യ സുരക്ഷാ ഏജൻസി പ്രതിരോധ ആൻറ്റിബയോട്ടിക് ചികിത്സ നൽകിയവർക്കും വാക്സിൻ നൽകുന്നുണ്ട്. വാക്സിൻ ലഭിക്കാൻ മണിക്കൂറുകളോളം ക്യൂ നിന്ന വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വിജനമായ അവസ്ഥയിലാണെന്ന് പറയുന്നു. കോവിഡ് കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ മാസ്ക് ധരിച്ചും സാമൂഹിക അകലം പാലിച്ചും ആളുകൾ വാക്സിൻ എടുക്കാനെത്തുന്നു. ഈ സാഹചര്യത്തിൽ കാൻറ്റർബറിയിലെ ബിസിനസ്സുകൾക്ക് വ്യാപകമായി നഷ്ടം സംഭവിക്കുന്നുമുണ്ട്. UK മലയാളിയായ ജെറിൻ ജെയിംസ് ബാഡ്മിൻ്റൺ അമ്പയറിംഗ് രംഗത്ത് ശ്രദ്ധേയ നേട്ടം സ്വന്തമാക്കി. ഇംഗ്ലണ്ടിലെ ബാഡ്മിൻ്റൺ അമ്പയറിംഗ് രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ച് UK മലയാളികൾക്ക് അഭിമാനമായിരിക്കുകയാണ് കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയായ ജെറിൻ ജെയിംസ്. വേക്ക്ഫീൽഡിൽ താമസിക്കുന്ന ജെറിൻ ബാഡ്മിൻ്റൺ ഇംഗ്ലണ്ടിൻ്റെ ഔദ്യോഗിക അമ്പയറായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ഈ അപൂർവ നേട്ടം സ്വന്തമാക്കിയത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ലൈൻ ജഡ്ജായി തിരഞ്ഞെടുക്കപ്പെട്ട ജെറിൻ തുടർന്ന് നടന്ന വിലയിരുത്തൽ വിജയകരമായി പൂർത്തിയാക്കിയാണ് അമ്പയറായും ഉയർന്നത്. ഒരേ സമയം ലൈൻ ജഡ്ജും അമ്പയറുമായുള്ള ഇരട്ട ചുമതല വഹിക്കുന്ന ഇംഗ്ലണ്ടിലെ അപൂർവ മലയാളികളിൽ ഒരാളാണ് അദ്ദേഹം. യോർക്ക്ഷയർ മേഖലയിലെ ഏക മലയാളിയും ഇംഗ്ലണ്ടിലുടനീളം ഈ നേട്ടം കൈവരിച്ച 2 പേരിൽ ഒരാളുമാണ് ജെറിൻ. ചങ്ങനാശ്ശേരി സ്വദേശിയായ രാജേഷ് പിള്ളയാണ് ഇതേ നേട്ടം കൈവരിച്ച മറ്റൊരു മലയാളി. ടെക്നിക്കൽ റിക്രൂട്ടറായി ജോലി ചെയ്യുന്ന ജെറിൻ വെസ്റ്റ് യോർക്ക്ഷയർ മലയാളി അസോസിയേഷൻ അംഗമാണ്. ഭാര്യ നേഴ്സായി ജോലി ചെയ്യുന്നു. മിനിമം വേതനം നിഷേധിച്ച സ്ഥാപനങ്ങൾക്ക് തിരിച്ചടി. 389 തൊഴിലുടമകൾക്ക് പിഴ. ലക്ഷക്കണക്കിന് പണം തൊഴിലാളികൾക്ക് തിരികെ നൽകും. നോർത്തേൺ അയർലൻഡിൽ മാത്രം 20ലധികം സ്ഥാപനങ്ങളടക്കം UKയിലെ ഏകദേശം 389 തൊഴിലുടമകളെ നാഷണൽ മിനിമം വേതനം നൽകാത്തതിൻ്റെ പേരിൽ പേരെടുത്തു പറഞ്ഞ് വിമർശിച്ചു. ഇവർ ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് നൽകേണ്ടിയിരുന്ന 7.3 മില്യൺ പൗണ്ടിലധികം വേതനം വെട്ടിച്ചു. ഈ കുറ്റം ചെയ്തതിന് ഏകദേശം 12.6 മില്യൺ പൗണ്ടിലധികം പിഴയായി ഈടാക്കിയിട്ടുണ്ട്. ഏകദേശം 60,000 തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനം ലഭിച്ചിട്ടില്ലെന്ന് കണ്ടെത്തി. ഇതിൽ സാമൂഹിക പരിചരണം, കായികം, റീറ്റെയിൽ തുടങ്ങിയ മേഖലകളിലെ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നു. രാജ്യത്തെ ഭൂരിപക്ഷം ബിസിനസ്സുകളും ശരിയായ രീതിയിൽ ജീവനക്കാർക്ക് വേതനം നൽകുന്നുണ്ടെന്ന് ബിസിനസ് സെക്രട്ടറി പീറ്റർ കീൽ പറഞ്ഞു. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും പുതിയ ഫെയർ വർക്ക് ഏജൻസി ഇതിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എംപ്ലോയ്മെൻറ്റ് റൈറ്റ്സ് മന്ത്രി കേറ്റ് ഡീർഡൻ പറയുന്നതനുസരിച്ച് ജോലി ചെയ്തിട്ട് അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ശമ്പളം ലഭിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നാണ്. തൊഴിലാളികൾക്ക് അർഹമായ വേതനം ലഭ്യമാക്കുമെന്നും തെറ്റായ നടപടികൾ ഏർപ്പെടുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കി. ഏപ്രിൽ 7 മുതൽ പുതിയ ഫെയർ വർക്ക് ഏജൻസി പ്രവർത്തനം ആരംഭിക്കും. ഇത് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾക്ക് കൂടുതൽ കരുത്തു പകരും. ഏറ്റവും കുറഞ്ഞ വരുമാനം നേടുന്നവർക്ക് വാർഷിക വേതന വർധനവ് 900 പൗണ്ട് ലഭിക്കും. UK-യിൽ പഠനത്തിനെത്തിയ കൊല്ലം സ്വദേശി അപകടത്തിൽപ്പെട്ട് നിസ്സഹായനായി നാട്ടിലെത്താൻ സഹായം തേടുന്നു.
6 മാസങ്ങൾക്ക് മുൻപ് സ്റ്റുഡൻറ് വിസയിൽ UK-യിലെത്തിയ കൊല്ലം സ്വദേശി റാങ്കിൻ മാത്യു പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ സഹായം അഭ്യർത്ഥിക്കുന്നു. UK-യിലെ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ MSc പ്രൊജക്ട് മാനേജ്മെൻറ്റ് പഠനത്തിനെത്തിയ യുവാവാണ് പഠനത്തിനിടെയുണ്ടായ അപകടത്തെ തുടർന്ന് കടുത്ത നിസ്സഹായ അവസ്ഥയിൽ ആയിരിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് റാങ്കിൻ UK-യിലെത്തിയത്. പഠന ചെലവുകൾക്കായി കണ്ടെത്തിയ ജോലിക്കിടെയുണ്ടായ അപകടത്തിൽ നട്ടെല്ലിനും കാലിനും പരിക്കേറ്റതോടെ യുവാവ് ചികിത്സയിലായി. പഠനം മുടങ്ങിയെന്നും നാട്ടിൽ നിന്ന് വീടും സ്ഥലവും പണയം വെച്ചെടുത്ത 15 ലക്ഷം രൂപയുടെ കടം വീട്ടാൻ സാധിക്കാത്ത അവസ്ഥയിലാണെന്നും റാങ്കിൻ പറയുന്നു. യൂണിവേഴ്സിറ്റി ഫീസ് തിരികെ കിട്ടാൻ സാധ്യതയില്ലെന്നും ജോലിക്കിടെയുണ്ടായ അപകടമായതിനാൽ അവിടെ നിന്നും സഹായം ലഭിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാട്ടിൽ രോഗികളായ മാതാപിതാക്കൾ മാത്രമാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ UK-യിൽ തുടർന്നും കഴിയാൻ സാധിക്കാത്തതിനാൽ നാട്ടിലേക്ക് മടങ്ങാനും ബാധ്യതകൾ തീർക്കാനും സഹായം തേടുകയാണ് റാങ്കിൻ. ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ വഴി ഇദ്ദേഹം സഹായം അഭ്യർത്ഥിക്കുന്നു. നൽകുന്ന പണത്തിന് ഗിഫ്റ്റ് എയ്ഡ് വഴി സർക്കാർ കൂടി അധിക സഹായം നൽകുമെന്നും അപേക്ഷയിൽ പറയുന്നു. ഇംഗ്ലണ്ടിന്റെ തീരദേശ പാത ജനങ്ങൾക്കായി തുറന്നു. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാത രാജാവ് നാടിന് സമർപ്പിച്ചു. ഇംഗ്ലണ്ടിന്റെ മുഴുവൻ തീരരേഖയും ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ തീരദേശ പാത കിങ് ചാൾസ് മൂന്നാമൻ രാജാവ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. 2689 മൈൽ നീളമുള്ള കിങ് ചാൾസ് മൂന്നാമൻ ഇംഗ്ലണ്ട് കോസ്റ്റ് പാത്ത് നാച്ചുറൽ ഇംഗ്ലണ്ടാണ് രൂപകൽപ്പന ചെയ്തത്. 18 വർഷത്തെ പ്രയത്നത്തിനൊടുവിലാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമായത്. മണൽ തീരങ്ങൾ, പാറക്കെട്ടുകൾ, തീരനഗരങ്ങൾ തുടങ്ങി ഇംഗ്ലണ്ടിന്റെ വൈവിധ്യമാർന്ന തീരപ്രകൃതികളെ ഒരുമിപ്പിക്കുന്ന ഈ പാതയുടെ ഏകദേശം 80% ഭാഗം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. 7 സിസ്റ്റേഴ്സ് പോലുള്ള പ്രധാന ആകർഷണങ്ങളും ഇതിലുണ്ട്. നിലവിലുള്ള പാതകൾ നവീകരിച്ചതിനൊപ്പം 1000-ലധികം മൈൽ പുതിയ പാതകളും നിർമ്മിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് തീരദേശം മാറുന്ന സാഹചര്യത്തിൽ പാത ഉൾനാടൻ ഭാഗങ്ങളിലേക്ക് മാറ്റാനുള്ള സൗകര്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീരപ്രദേശങ്ങളിലേക്കുള്ള പ്രവേശനം വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇംഗ്ലണ്ടിൽ മെറ്റേണിറ്റി നിയോനേറ്റൽ പരിചരണം മെച്ചപ്പെടുത്താൻ പുതിയ ടാസ്ക് ഫോഴ്സ്. ഇംഗ്ലണ്ടിലെ NHS മെറ്റേണിറ്റി നിയോനേറ്റൽ കെയർ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പുതിയ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നു. ഹെൽത്ത് സെക്രട്ടറി വെസ്ട്രീറ്റിംഗ് ആയിരിക്കും ഇതിൻ്റെ ചെയർമാൻ. സ്ത്രീകൾക്കും കുട്ടികൾക്കും അപകടസാധ്യതയുണ്ടെന്ന പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. കുടുംബ പ്രതിനിധികൾ, മുതിർന്ന NHS ഉദ്യോഗസ്ഥർ, ക്യാമ്പയിനർമാർ, അക്കാദമിക് വിദഗ്ധർ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നത്. സുരക്ഷിതമായതും ഉയർന്ന നിലവാരമുള്ളതുമായ പരിചരണം ഉറപ്പാക്കാനും നിലവിലുള്ള അസമത്വങ്ങൾ പരിഹരിക്കാനും ഇത് ലക്ഷ്യമിടുന്നു. കൂടാതെ മുൻ നഴ്സ് ലൂസി ലെഡ്ബി നടത്തിയ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം, നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ്, NHS ട്രസ്റ്റിൻ്റെ മെറ്റേണിറ്റി സർവീസ് എന്നിവയും ടാസ്ക് ഫോഴ്സ് പരിശോധിക്കും. ഈ റിപ്പോർട്ടുകളിലെ നിർദ്ദേശങ്ങൾ അടിയന്തരമായി നടപ്പാക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഇറാൻ യുദ്ധം, വിമാന ടിക്കറ്റ് നിരക്ക് കുതിച്ചുയരുന്നു. പ്രവാസികളുടെ സമ്മർ യാത്രകൾ അനിശ്ചിതത്വത്തിൽ. ഇറാൻ യുദ്ധം ആഗോള എണ്ണ വിപണിയെയും വ്യോമയാന മേഖലയെയും സമാനതകളില്ലാതെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. യുദ്ധം 3 ആഴ്ച പിന്നിടുമ്പോൾ അന്താരാഷ്ട്ര വിമാനയാത്രാ നിരക്കുകൾ സാധാരണക്കാർക്ക് താങ്ങാനാവാത്തതിലും ഉയർന്ന നിലയിലേക്ക് എത്തുകയാണ്. വിമാന ഇന്ധനത്തിൻ്റെ വില റെക്കോർഡ് വേഗത്തിൽ വർദ്ധിക്കുന്നത് വിമാന കമ്പനികളെ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിതരായിരിക്കുന്നു. ഇതുമൂലം വേനൽക്കാല അവധിക്കാലത്ത് പ്രവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും നാട്ടിലേക്കുള്ള യാത്രകൾ സ്വപ്നമായി മാറുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് ഉപരോധിച്ചതോടെ ആഗോള എണ്ണ വിതരണ ശൃംഖല തകർന്നു. വിമാന ഇന്ധനത്തിൻ്റെ വില യുദ്ധത്തിന് മുൻപുള്ളതിനേക്കാൾ ഇരട്ടിയായി ഉയർന്നു. ലാഭവിഹിതം കുറഞ്ഞ വ്യോമയാന മേഖലയിൽ ഇന്ധനവിലയിലെ മാറ്റങ്ങൾ വലിയ ആഘാതം സൃഷ്ടിച്ചിരിക്കുന്നു. ഇതുമൂലം പല വിമാന കമ്പനികളും സർവീസുകൾ വെട്ടിച്ചുരുക്കുകയും ജീവനക്കാരെ പിരിച്ചുവിടുകയും ചെയ്യുന്നു. ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലുമുള്ള പ്രവാസികളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ടിക്കറ്റ് നിരക്കിൽ 50 മുതൽ 80% വരെ വർധനവാണ് പല സെക്ടറുകളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. UK-യിലെയും യൂറോപ്പിലെയും വിദ്യാലയങ്ങൾക്ക് വേനലവധി തുടങ്ങാനിരിക്കെ കുടുംബത്തോടൊപ്പം നാട്ടിലേക്ക് പോകാൻ പദ്ധതിയിട്ടിരുന്നവർക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. എയർ ഫ്രാൻസ്, KLM, ഫിൻ എയർ തുടങ്ങിയ കമ്പനികൾ ഇന്ധന സർചാർജ് വർദ്ധിപ്പിച്ചു. ഇതിനാൽ ടിക്കറ്റിനായി വലിയ തുക നീക്കിവെക്കേണ്ടി വരുന്നത് പ്രവാസികളുടെ സമ്പാദ്യത്തെ ബാധിക്കും. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാള UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.
നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.